സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഫേസ്ബുക്കും അതുപോലെ തന്നെ യൂട്യൂബും വാട്സപ്പും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. നമുക്കറിയാം ഫേസ്ബുക്കിൽ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താനും അതുപോലെ തന്നെ നമുക്ക് കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസുകൾ, ഫോട്ടോസുകൾ അതിൽ നിന്ന് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള ഫോട്ടോസും വീഡിയോസും അതിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല, അത്രയും ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോ അത് നമുക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്കിൽ നമ്മളൊരു വീഡിയോ കണ്ടു, നമ്മളത് ഫേസ്ബുക്ക് ഓഫ് ചെയ്തു, വീണ്ടും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യം ചെയ്തിരിക്കണം. അതായത് ഒന്ന്, നമ്മൾ ഫേസ്ബുക്കിലുള്ള ആ കണ്ട വീഡിയോ, ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് സേവ് പോസ്റ്റ് അല്ലെങ്കിൽ സേവ് വീഡിയോ എന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്തിരിക്കണം. വീണ്ടും നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് സേവ്ഡ് എന്ന ഓപ്ഷനിൽ ഈ വീഡിയോ വന്ന് കിടക്കുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. അതല്ലാതെ നമുക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ വീഡിയോ ഷെയർ ചെയ്തിരിക്കണം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ആ വീഡിയോ ഷെയർ ചെയ്തതായി കാണാം. അതിലൂടെ നമുക്ക് വീണ്ടും അത് കാണാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആൾ അല്ലെങ്കിൽ ആ വീഡിയോ ഷെയർ ചെയ്ത ആളുടെ പ്രൊഫൈൽ നെയിം നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. ആ പ്രൊഫൈൽ നെയിം നമ്മൾ സെർച്ച് ചെയ്തിട്ട് വീണ്ടും അതിലൂടെ നമുക്ക് ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഈ വീഡിയോ കാണാൻ സാധിക്കും. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ ഒരു വീഡിയോ കണ്ടു, ആ വീഡിയോ അങ്ങ് സ്ക്രോൾ ചെയ്ത് പോയി ഫേസ്ബുക്ക് ഓഫ് ചെയ്തു, പിന്നെയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണണം തോന്നുന്നത്, അല്ലെങ്കിൽ വീഡിയോ നമ്മൾ കൂട്ടുകാർക്ക് കാണിക്കണമെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് വീണ്ടും നമ്മുടെ ഫേസ്ബുക്കിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ഫേസ്ബുക്കിൽ നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റുകളൊക്കെ നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു പോസ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്തു, അത് നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ അത് നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാനും സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് കണ്ട വീഡിയോ വീണ്ടും കാണുക, അതായത് നമ്മൾ സേവ് ചെയ്യുന്നില്ല, നമ്മൾ ഷെയർ ചെയ്യുന്നില്ല, ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത ആളെ നോട്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ വീഡിയോ എങ്ങനെയാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇടതുവശത്ത് മുകളിലായിട്ട് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് താഴെ, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ നെയിമിൻ്റെ താഴെയായിട്ട് വലതുവശത്ത് ഒരു 3 ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്നും അതുപോലെ തന്നെ അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന് കുറേ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആക്ടിവിറ്റി ലോഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കുറച്ച് താഴെയായിട്ട് യുവർ പോസ്റ്റ്സ് എന്നും അതുപോലെ തന്നെ മാനേജ് യുവർ പോസ്റ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ കണ്ടെത്തേണ്ടത് നമുക്ക് കണ്ട വീഡിയോ, അതായത് വീണ്ടും കാണാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കണ്ട വീഡിയോ വീണ്ടും എവിടെയാണ് ഇത് പോയി നിൽക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് കണ്ടെത്താൻ പോവുകയാണ്. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ലോഗ്ഡ് ആക്ഷൻ ആൻഡ് അതർ ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ആരോ മാർക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെർച്ച് ഹിസ്റ്ററി എന്നും അതുപോലെ തന്നെ വീഡിയോ യു ഹാവ് വാച്ച്ഡ് എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് നമ്മൾ കണ്ട വീഡിയോ എവിടെയാണ് പോയി നിൽക്കുന്നതെന്നാണ്. വീഡിയോ യു ഹാവ് വാച്ച്ഡ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോയും ഇവിടെ വന്ന് കിടക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും വീഡിയോ എടുത്തിട്ട് വീണ്ടും കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ വലതുവശത്ത് 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും വാച്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കണ്ട വീഡിയോ നമുക്ക് വീണ്ടും എങ്ങനെയാണ് കാണാൻ സാധിക്കുക? അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഹോം എന്ന ഓപ്ഷൻസിൻ്റെ തൊട്ട വലതുവശത്തായിട്ട് രണ്ടാമതായിട്ട് കാണുന്ന ഒരു ഐക്കൺ, വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഐക്കൺ ഉണ്ട്. ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ വീഡിയോസ് ഒന്നും കാണണ്ട, കണ്ട വീഡിയോ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലതുവശത്ത് ഒരു പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സേവ്ഡ് വീഡിയോസ്, അതായത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സേവ്ഡ് വീഡിയോസ് ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ കാണാം ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ. ആ ഹിസ്റ്ററിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോയും അതായത് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുള്ള വീഡിയോസ് മൊത്തം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഏത് വീഡിയോവും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ ഞാനൊരു വീഡിയോ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ വീഡിയോ ഇവിടെ പ്ലേ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് വീഡിയോവും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് വീണ്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 3 ഡോട്ട്സിൽ ഈ വീഡിയോ തന്നെ നമുക്ക് സേവ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട വീഡിയോ ഇനി കാണാൻ സാധിക്കില്ലല്ലോ എന്ന് നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തവരെ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിനി കാണാൻ സാധിക്കില്ലല്ലോ എന്ന് പരാതി വേണ്ട. നമുക്കിതുപോലെ ഈ ഒരു ഓപ്ഷൻസിലൂടെ നമുക്ക് വീഡിയോ വീണ്ടും കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് മുന്നേ അറിയുള്ളതാണെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്നാണ്. അതായത് നമ്മൾ സാധാരണ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു, പ്രൊഫൈൽ പിക്ചറിൽ ഇടതുവശത്തുള്ള പ്രൊഫൈൽ പിക്ചറിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആക്ടിവിറ്റി ലോഗ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കുറച്ച് താഴെ വലതുവശത്ത് 3 ഡോട്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവിറ്റി ലോഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ആക്ടിവിറ്റി ലോഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ യുവർ പോസ്റ്റ്സ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആക്ടിവിറ്റി യുവർ ലോഗ്ഡ് ഇൻ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ മാനേജ് യുവർ പോസ്റ്റ്സ് എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇവിടെ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓൾ എന്ന ഭാഗത്ത് ഒരു കോളമുണ്ട്, അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ മാർക്കായി വന്നിട്ടുണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ ഇത് താഴെ നിങ്ങൾക്ക് റീസൈക്കിൾ ബിൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോവും ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു വീഡിയോ മാത്രം ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ റീസൈക്കിൾ ബിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൂവ് ടു റീസൈക്കിൾ ബിൻ എന്ന ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു. ആ വീഡിയോ ഡിലീറ്റ് ആയിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ആയി. ഇനി നമുക്ക് ആ വീഡിയോ തിരികെ വേണമെന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ വീഡിയോ തിരികെ എടുക്കാൻ സാധിക്കും. 30 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഇവിടെ റീസൈക്കിൾ ബിൻ എന്ന് ഏറ്റവും മുകളിൽ തന്നെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വീഡിയോ മാത്രമാണ് ഡിലീറ്റ് ചെയ്തത്. ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ആ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം റീസ്റ്റോർ എന്ന് ഇവിടെ വന്ന് കിടക്കുന്നതാണ് കാണാൻ സാധിക്കും. നമുക്കവിടെ റീസ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മൊത്തമായിട്ട് നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. ഞാനിപ്പോൾ റീസ്റ്റോർ കൊടുക്കുകയാണ്. വീണ്ടും റീസ്റ്റോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ആ വീഡിയോ എനിക്ക് തിരിച്ച് എൻ്റെ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഫോട്ടോസുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സേവ് ചെയ്യാതെ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്ത് കണ്ട് നമുക്ക് ആ വീഡിയോ വീണ്ടും തിരിച്ച് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് വീണ്ടും വീഡിയോ വാച്ച് ചെയ്യാനും ഒക്കെ നമുക്ക് ഫേസ്ബുക്കിൽ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല സെഗ്മെൻറ്റിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.